ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഒരു മാസത്തിലാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായും ജീവിത വ്യഥകളിലും സഹന സമയങ്ങളിലും സഹായിയായും വർത്തിക്കുന്നു എന്നത് സാധാരണഗതിയിൽ നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളുടെ ഭാഗമാണ്. അസ്വസ്ഥരാകുന്ന സമയത്ത് ഒരാൾ കൂടെ ഉണ്ടാകുന്നത്, ആശ്വാസമാകുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പരിശുദ്ധ അമ്മയെ തിരിച്ചറിയാനും അമ്മ നമുക്ക് നൽകുന്ന തുണയും സഹായവും എന്താണെന്ന് ബോധ്യപ്പെടാനും കഴിയുന്നത് വിശ്വാസത്തിന്റെ യാത്രയിൽ കരുത്തു പകരുന്ന ഒരു അനുഭവം തന്നെയാണ്. സാധാരണഗതിയിൽ ക്രിസ്തുമാർഗത്തിൽ ജീവിതം നയിക്കുക എന്നത് ലളിതമായ കാര്യമല്ല. വിശ്വാസിയാണ് എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയും. പക്ഷേ ക്രിസ്തു വിശ്വാസത്തിനകത്ത് ജീവിക്കുക എന്നത് വളരെ ലളിതമായൊരു കാര്യമല്ല, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളെ ആത്മീയമായി പരിവർത്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണെന്നോ, ധ്യാനാവസരങ്ങളിലോ അതല്ലെങ്കിൽ പ്രാർത്ഥനാ വേളകളിലോ ഒതുക്കി നിർത്താവുന്ന ഒരു കാര്യമാണെന്നും തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തെ അപരോന്മുഖമാക്കുക അല്ലെങ്കിൽ അവനവനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ബലഹീന പ്രകൃതി നിരന്തരം നമ്മോടുള്ള സ്നേഹത്തിൽ പൂണ്ടു നിൽക്കുന്ന ഒന്നാണ്. അവനവനെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഏതെങ്കിലും സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നതോ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നതോ മാത്രമായി പരിമിതപ്പെടാവുന്ന ഒന്നല്ല. എൻ്റെ താല്പര്യങ്ങളെയും എൻ്റെ ഇച്ഛയെയും ഞാനായി നിലനിൽക്കാനുള്ള എൻ്റെ വാസനയെയും കൈവിട്ട് മാത്രമേ അപരത്തിലേക്ക് വളരാൻ പറ്റൂ. ഈശോ ഭൂമിയിലേക്ക് വരുന്നത് അപ്രകാരം ഒരു ഉപേക്ഷയുടെ ഭാഗമാണ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെയാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. മനുഷ്യത്വം നേരിടുന്ന പ്രതികൂലത്തെ എങ്ങനെ നേരിടണമെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹവ്വ ലോകത്തിന്റെ വാക്ക് കേൾക്കുന്നു, പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദയാവുന്നു. ലോകത്തിലേക്ക് നോക്കി കണ്ണിന് കൗതുകകരവും ആസ്വാദ്യവും അറിവേകാൻ കഴിയുമെന്ന് കരുതുന്നതുമായ ലോകമാർഗത്തെ പിന്തുടരുന്നു. അങ്ങനെ സ്നേഹത്തിൽ നിന്ന് വീണുപോകുന്നു. ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്ന ഒരാളെയാണ് ഹവ്വയിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഹവ്വയായ മറിയമാകട്ടെ ക്രിസ്തുവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അവന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവളായി മാറുകയും ചെയ്യുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന നിലപാടെടുക്കുന്നു. ഈ നിലപാട് വ്യതിയാനങ്ങൾ സാമാന്യമായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. പ്രഥമ ഭാഗം നിൽക്കുന്നത് കണ്ണിന് കൗതുകകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം എന്ന നിലയ്ക്കുള്ള ചിന്തകളും ഭാവനയാണ്. അതിനെ മറികടന്ന് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് നിറവേറട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയാൻ ആത്മാവ് നൽകുന്ന ബലത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധ്യമാകൂ. മാമോദീസയിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരമായി ശക്തിപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാകുമെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തുവചനത്തെ നമുക്ക് പിന്തുടരാൻ കഴിയും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ അമ്മ പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ. ആദ്യം സംഭവിച്ചത് ദൈവം പറയുന്നത് കേൾക്കാതെ പോയതാണ്. ആ കേൾക്കാതെ പോയതിനെ പരിഹരിക്കാൻ അമ്മ നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ. മറിയം സുവിശേഷത്തിന് ആകെ സംസാരിക്കുന്നത് ഈ ഒരു വാക്കാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ. ക്രൈസ്തവ ജീവിതം നിലനിൽക്കേണ്ടതും അടിയുറക്കേണ്ടതും ക്രിസ്തുവിൽ സ്വയം സമർപ്പിക്കലാണ്. അവൻ പറയുന്നത് ചെയ്യലാണ്. അവൻ പറയുന്നത് അവന്റെ വചനമാണ്. വചനത്തെ ജീവിത വഴിയായി സ്വീകരിക്കുക എന്നുള്ളത് ക്ലേശകരമായൊരു കാര്യമാണ്. വചനോന്മുഖമാകുക എന്നതിനർത്ഥം വചനം കാണാതെ പഠിക്കുന്നതോ ഉരുവിടുന്നതോ 1000 തവണ എഴുതി വെക്കുന്നതോ അല്ല. ഹൃദയബോധ്യമായി വചനമുണ്ടാകലാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ അയക്കപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ സുവിശേഷ പ്രഘോഷകരായി മാറുന്നു
രണ്ടുടുപ്പോ ചെരുപ്പോ ധരിക്കരുത്. നിങ്ങൾ എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്കുള്ള മടിശീലം ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ പിന്തുടരണം. വിശുദ്ധ കുർബാന മധ്യേ തന്നെ നിരവധി തവണ നാം കേട്ടിട്ടുള്ള വചനഭാഗമാണ്. അല്ലാതെയും ഈ വചനം നമ്മൾ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. അങ്ങനെ ഐക്യപ്പെട്ടവരാണ് എന്ന ബോധ്യം കേവല ബോധ്യത്തിൽ നിലനിൽക്കുമ്പോഴും ആ ഐക്യപ്പെടലിന് വിരുദ്ധമായൊരു ജീവിതമാണ് സാധാരണ നമ്മൾ നയിക്കാറ്. വചനം ഹൃദയത്തിൽ ആഴപ്പെടുന്നില്ല. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇതേ വചനം തന്നെ ഒരു വിശുദ്ധ കുർബാനയിൽ കേൾക്കുന്നു. എന്നെ അനുഗമിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ നിലപാടുകൾ? നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് കൈവിടേണ്ടത് എന്ന് ഫ്രാൻസിസ് കേൾക്കുന്നു. ഇതേ വചനം തന്നെ ഞാനും നിങ്ങളും പലവട്ടം കേട്ട് ധ്യാനിച്ച് വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു വചനം ജീവിത വഴിയായി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഫ്രാൻസിസ് നിസ്വതയിലേക്ക് പ്രവേശിക്കുന്നത്. സാന്താമിയാനോയിലെ പള്ളിയിൽ വെച്ച് കേട്ട ആ വചനം ജീവിതത്തിന്റെ വഴിയായി തിരഞ്ഞെടുക്കുന്ന ഫ്രാൻസിസ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുകയും നിസ്വതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിക്കാൻ ഫ്രാൻസിസിന് കഴിയുന്നു. നമുക്കത് കഴിയാതെ പോകുന്നത് ലൗകിക ജീവിതത്തോട് നമുക്കുള്ള ഗാഢമായ ബന്ധം കൊണ്ടാണ്. അത്ര എളുപ്പമല്ല ഫ്രാൻസിസിനെ അനുഗമിക്കാൻ. ഓരോ വിശുദ്ധ വഴിയും നമ്മുടെ മുൻപിൽ അടയാളപ്പെടുത്തുന്നത് ഇതേ മാർഗം തന്നെയാണ്. ജീവിതത്തിൽ അവനവനെ കൈവിട്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുക, അല്ലെങ്കിൽ അവനിൽ ജീവിക്കുക. അതിന് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വിധക്കാരന്റെ ഉപമയിൽ യേശു പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് വിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 13 മുതൽ 22 വരെ തിരുവചനങ്ങളിൽ എങ്ങനെയാണ് വചനം സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അവിടെ നൽകുന്നുണ്ട്. ഉപമയിലൂടെ ലോകത്തോട് ക്രിസ്തു പറയുന്ന വചനം ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഈ ഉപമയുടെ അർത്ഥം എന്താ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രഹസ്യങ്ങൾ മനസ്സിലാക്കുക? എനിക്ക് നിങ്ങൾക്കും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയും ജീവിതം കൊണ്ട് മനസ്സിലാകാതെ പോവുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക. ഉപമകൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് പോലെ തന്നെ ദൈവവചനവും സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. ബോധതലത്തിൽ ക്രിസ്തുവചനത്തെ സ്വീകരിക്കുകയും എഴുതി വയ്ക്കുകയും ഉരുവിടുകയും ഒക്കെ ചെയ്യും. പക്ഷെ ജീവിത വഴിയിൽ നാം അത് കൈവിടും. സ്വന്തം വഴികൾ തീരുമാനിച്ചുറച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തമായൊരു വഴിയുണ്ട്, എങ്ങനെ ജീവിക്കണമെന്ന ഒരു ബോധ്യമുണ്ട്. തിരഞ്ഞെടുക്കുന്ന ജീവിത നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ജീവിത വഴി. സുവിശേഷത്തെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക്, ആന്തരികമായ പൊരുളിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ആ പൊരുളിനകത്താണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഏകവചനവും നിത്യവചനവുമായ ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്ന് നാം പഠിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിന് നിർമ്മലത ഉണ്ടാകണം, മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടണം, അവനവന്റെ ബോധ്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റണം. സ്വതന്ത്രമായി ചിന്തിക്കണമെങ്കിൽ നമുക്ക് പാരമ്പര്യമുള്ള ചിന്തകളല്ല വേണ്ടത്, സ്വയുക്തിയിലുള്ള ചിന്തകളുമല്ല വേണ്ടത്. അതിനേക്കാൾ ഉപരിയായി സത്യത്തോട് ആഭിമുഖ്യമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ജീവിതത്തെ മുഴുവനായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ പലപ്പോഴും അബദ്ധങ്ങളിലേക്കും വീഴ്ചകളിലേക്കും നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. നാം എടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടല്ലേ, ചോദിച്ചിട്ടല്ലേ, ദൈവം എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? നാം തിരഞ്ഞെടുക്കുന്ന വഴികളിൽ നമ്മെ സഹായിക്കാൻ വരുന്ന ഒരാളല്ല ദൈവം. ദൈവത്തിന്റെ വഴിയിലേക്ക് നാം നടക്കുകയാണ് വേണ്ടത് എന്നതാണ് പരമാർത്ഥം. ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മുടെ വഴിയായി നാം കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. ഭൗമിക ജീവിതം വേണ്ടെന്നോ
ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടെന്നോ, ലോകത്ത് നാം ജീവിതം നയിക്കുമ്പോൾ ഭൗതിക പ്രപഞ്ചത്തെ ആകെ കൈവിട്ട് മലമുകളിലെ ഗുഹകളിലേക്ക് നാം ഓടിപ്പോകണമെന്നോ അല്ല ഈ പറഞ്ഞതിനർത്ഥം. കാവി ധരിച്ചോ കാക്ഷായം ധരിച്ചോ ദീക്ഷ വളർത്തിയോ ഒന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന കാര്യമല്ലത്. ഇതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്. നാം നമ്മുടെ ജീവിത നിലപാടുകളെ എങ്ങനെ സ്വരൂപിക്കും? അത് വചനാനുസൃതമാകണം, അല്ലെങ്കിൽ വചനത്തിന്റെ വഴിയാകണം. വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വചനത്തെ പിന്തുടരുന്നതാകണം ജീവിതമെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് യേശു വിതക്കാരന്റെ ഉപമയിൽ പറയുന്നത്. വിതയ്ക്കപ്പെടുന്ന വചനം ക്രിസ്തുവാണ്. ആ ക്രിസ്തു നമ്മിലെല്ലാം വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. കുരിശിൽ യേശു മരിക്കുമ്പോൾ സകല മനുഷ്യരിലേക്കും പ്രേരകാത്മാവായി പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. ആ പ്രേരക പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. അതാണ് ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് ശക്തി നൽകുന്നത്. സവിശേഷമായി മാമോദീസ വഴി വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടു. ആ ആത്മാവ് നമ്മിൽ ജ്വലിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിന്റെ പ്രേരണകൾക്കല്ല പലപ്പോഴും ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്നത്. അത് ലോകപ്രകാരമുള്ള ജീവിതത്തിനാണ്. അവിടെയാണ് നമ്മിൽ പ്രവർത്തിക്കേണ്ട പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമ്മൾ നിർവീര്യമാക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. ആത്മപ്രേരണകൾക്കനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ സ്നേഹവിരുദ്ധരാകാൻ നമുക്ക് കഴിയില്ല. സഹനത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജീവിതത്തിൽ ഭൗതിക ലക്ഷ്യങ്ങളുടെയൊക്കെ പരിപൂർത്തിയായി തിരിച്ചറിയേണ്ട ആത്മീയ ലക്ഷ്യത്തെ നമുക്ക് കൈവിടാൻ കഴിയില്ല. നമ്മൾ പ്രകാശിക്കേണ്ടത് ക്രിസ്തുവാണ് എന്ന പരമാർത്ഥം നാം പലപ്പോഴും ഓർക്കുന്നില്ല. ഈ വചനം പ്രക്രിയയായി, ജീവിത നിലപാടായി, പ്രവൃത്തിയായി നമ്മളിലൂടെ പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. വചനം കേവല ശ്രവണത്തിനുള്ളതല്ല, എഴുതാനുള്ളതല്ല, വായിക്കാനുള്ളതല്ല. അത് ജീവിത പ്രയോഗമായി മാറേണ്ടതാണ്. പഴയ നിയമകാലത്ത് മുഴുവൻ കൽപ്പനകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും നൽകപ്പെട്ട വചനം വാക്യരൂപത്തിലുള്ള വചനം. ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, കാണാനും തൊടാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരാളായി ക്രിസ്തു വരുന്നു, മനുഷ്യനായി അവതരിക്കുന്നു. അങ്ങനെ മനുഷ്യനായി അവതരിച്ച വചനമാണ് ദൈവവചനം. ആ വചനം നമ്മിലുണ്ട്. പരിശുദ്ധ അമ്മ പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുവൻ. നിരന്തരമായി അവനിലേക്ക് നോക്കിക്കൊണ്ടും അവൻ എങ്ങനെയാണ് ജീവിതത്തെ നേരിട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവൻ എന്താണ് പറഞ്ഞതെന്ന് ഉൾക്കൊണ്ടുകൊണ്ടും മാത്രമേ നമുക്ക് ക്രിസ്തു വചനത്തെ പിന്തുടരാൻ കഴിയും. അങ്ങനെ വിതയ്ക്കപ്പെട്ട വചനം ഹൃദയത്തിനകത്തുണ്ട്. ആ വചനം യേശു തന്നെയാണ്. ആ വചനത്തെ വഴിയായി സ്വീകരിക്കാതെ സ്വന്തം വഴികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ നിന്ന് അകന്നുപോകും. മർക്കോസ് 4:14 വചനം പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മിൽ നിന്ന് ഈ വചനം നഷ്ടപ്പെടുന്നത്? അത് പിശാചിന്റെ പ്രവൃത്തിയായിട്ടാണ് പറയുക. വിതക്കാരൻ വചനം വിതയ്ക്കുന്നു, അത് നാം ശ്രവിക്കുന്നു. ആ വചനം കേവല ശ്രവണമാണെങ്കിൽ അത് പിശാച് നമ്മിൽ നിന്ന് എടുത്തുകൊണ്ടു പോകും. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പൈശാചിക തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിന് ഏറ്റവും വ്യക്തമായ ഉത്തരമാണ് ക്രിസ്തു നൽകുന്നത്. നാം പലപ്പോഴും പിശാചിനെ കാണുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരാളായി, നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന ആളായി, സമ്പത്ത് കവർന്നെടുക്കുന്ന ആളായി, ആരോഗ്യം കവർന്നെടുക്കുന്ന ആളായിട്ടൊക്കെയാണ്. പൈശാചിക പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനകത്തു നിന്ന് വചനത്തെ എടുത്തുകൊണ്ട് പോകലാണ്. എപ്പോഴാണ് വചനത്തെ പിശാച് എടുത്തുകൊണ്ട് പോവുക? വചനം നമ്മുടെ ജീവിത വഴിയല്ലാതായി തീരുമ്പോഴാണ്. സ്വന്തമായൊരു വഴി ഉണ്ടായിരിക്കുകയും അതേസമയം വചനം ശ്രവിക്കുകയും ചെയ്യുന്നു. ആ വചനത്തിന് നമ്മിൽ പ്രവേശിക്കുക സാധ്യമല്ല. അത് വഴിയരികിൽ കിടക്കും. നമ്മുടെ ജീവിത വഴി വേറൊന്നാണ്, നമ്മുടെ തീരുമാനങ്ങൾ വേറൊന്നാണ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണ്. ആ ഇഷ്ടങ്ങളിൽ പെട്ടുപോകുന്ന സ്വന്തം തീരുമാനങ്ങൾക്കകത്ത് മറ്റൊന്നിനും പ്രവേശിക്കാൻ കഴിയാത്ത വിധം നാം ഉണ്ടാക്കിയെടുക്കുന്ന, നിർമ്മിക്കുന്ന ഒരു പാതയിൽ വചനം വരുമ്പോൾ അത് വഴിയരികിലേക്ക് പതിക്കും.
നമ്മൾ ദേവാലയത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ എന്തിനെ മുൻനിർത്തിയാണെന്ന് ആലോചിക്കണം. നമ്മുടെ ജീവിതം സുരക്ഷിതമാകണം, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറണം, നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറണം. ഇതിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വഴി നമ്മൾ ഈ പറഞ്ഞ ഇഷ്ടങ്ങളാണ്, നമ്മൾ നേടണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കുമ്പോൾ കേൾക്കുന്ന വചനം ആ വഴിക്കകത്ത് വീഴില്ല, അത് വഴിയരികിൽ വീഴും. സ്വാഭാവികമായി പ്രാർത്ഥനയിലും ആചരണങ്ങളിലും നവനാളുകളിലും ധ്യാനങ്ങളിലും ഒക്കെ നാം പങ്കുചേരുമ്പോൾ നാം തനതായി ഈ വഴിയെ നിലനിർത്തുന്നുണ്ട്. അത് എത്രത്തോളം ആലോചിക്കണം. എന്നെ കൈവിട്ട്, എൻ്റെ ജീവിത പദ്ധതി കൈവിട്ട് നീ എന്താണ് പറയുന്നത് കേൾക്കുക എന്ന ഭാവത്തിലേക്കല്ല നമ്മൾ വചനം ശ്രവിക്കുന്നത്. വചനം നമ്മൾ ശ്രവിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വചനം ഹൃദയത്തിനകത്ത് ആഴപ്പെടാത്തതെന്ന് ചോദിച്ചാൽ, കാണാപ്പാഠം പഠിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് ഉരുവിടാൻ കഴിയും. പക്ഷേ അത് ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കാത്തതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിനകത്തേക്ക് വചനത്തിന് പ്രവേശിക്കണമെങ്കിൽ, വഴിയരികിൽ അത് ചിതറിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് മുക്തമാകണം. ഒരിഷ്ടത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ആ ഇഷ്ടം അകത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ഇഷ്ടത്തിനെതിരായിട്ടാണോ അല്ലെങ്കിൽ ആ ഇഷ്ടത്തെക്കുറിച്ച് എന്താണ് ദൈവം കരുതുന്നതെന്ന് നമുക്ക് വ്യക്തമാകില്ല. അതുകൊണ്ടാണ് നമ്മൾ ദുശാഠ്യക്കാരായിട്ട് മാറുന്നത്. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് പിന്നെ വേര് പാകാൻ കഴിയില്ല. ആ വചനം വഴിയരികിൽ കിടക്കും. ഇന്ന് പ്രാർത്ഥന എന്ന പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവനവൻ കേന്ദ്രീകൃതമായ, സ്വന്തം ഇഷ്ടങ്ങളിൽ അധിഷ്ഠിതമായ, അവനവൻ ബോധ്യങ്ങൾക്കകത്തുറച്ചു നിന്നുകൊണ്ടുള്ള വചനശ്രവണമാണ്. ധ്യാനം കൂടുമ്പോഴായാലും നവനാളുകൾ കൂടുമ്പോഴായാലും ആചരണങ്ങളിൽ പങ്കെടുക്കുമ്പോഴായാലും ഏത് തരത്തിൽ കുറുക്കു വഴികളിലൂടെ കാര്യങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും വചനം പുറത്തായി പോകും. എന്താണ് എന്നോട് ക്രിസ്തു പറയുന്നത്, എന്താണ് എന്നെ കൊണ്ടുള്ള ലക്ഷ്യം, എന്താണ് എന്നിൽ അവിടുന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതല്ല പ്രാർത്ഥനയുടെ കേന്ദ്രമായിട്ട് മാറുന്നത്. പ്രാർത്ഥനയുടെ കേന്ദ്രം അവനവന്റെ ആവശ്യങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും മാത്രമായി മാറുന്നു. അവിടെ ദൈവവചനം വഴിയരികിലേക്ക് മാറുന്നു. വഴിയരികിലാകുന്ന വിത്ത് പിശാച് വന്നെടുത്തുകൊണ്ട് പോകും. വഴിയരികിലാകുന്ന വിത്ത് പിശാച് എടുത്തുകൊണ്ട് പോകും. ഇതാണ് പൈശാചിക തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു മാർഗമെന്ന് നമ്മൾ അറിയണം. നമ്മൾ എന്തിനും സ്വന്തം യുക്തികളും സ്വന്തം താല്പര്യങ്ങളും തീരുമാനങ്ങളും നമ്മുടെ അനുഭവങ്ങളും മാത്രം പ്രധാനപ്പെട്ടതായി കരുതും. അതുകൊണ്ട് അതിന് പുറത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. അവനവനെ ഉപേക്ഷിച്ച് തീരുമാനമെടുക്കാൻ, ഇതിന്റെ ഇഷ്ടമാണ് അറിയേണ്ടത് എന്ന ഭാവത്തിലേക്ക് ഹൃദയത്തെ ഉയർത്താൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവസ്വരം ശ്രവിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയാത്തത്, ദൈവം എന്നോടൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണെന്ന് അറിയണം. ഞാൻ എൻ്റെ തീരുമാനങ്ങളെ വിട്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. നീ എന്ത് പറയുന്നുവോ അതാണ് എനിക്ക് അറിയേണ്ടത്, അതാണ് എനിക്ക് ചെയ്യേണ്ടത്. വഴി കാട്ടിത്തരണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു വഴി നിശ്ചയിച്ചുറച്ചിട്ട് നമ്മൾ മറ്റൊരു വഴി അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കില്ല. ദൈവം പറയുന്ന വചനം, ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ അകത്ത് ജീവിക്കുന്നതാകാത്തത് യഥാർത്ഥത്തിൽ അത് വഴിയരികിൽ ചിതറിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു പ്രാർത്ഥനാ വേളയിൽ അല്ലെങ്കിൽ ദൈവവുമായി സംസാരിക്കുമ്പോൾ ദൈവത്തോട് നാം എന്താണ് പറയേണ്ടത്, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ്. വചനം സ്വീകരിക്കണമെങ്കിൽ ഹൃദയം തുറക്കണം. ഹൃദയത്തിനകത്ത് വചനം സ്വീകരിക്കണമെങ്കിൽ ഹൃദയം കാലിയാക്കണം. അവനവന്റെ താല്പര്യങ്ങളിൽ നിന്ന് വിമോചിതമാകണം. സ്വന്തം ഇഷ്ടത്തിൽ കുടുങ്ങിയ ഒരാൾക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം ഉപേക്ഷ. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനത് ഉപേക്ഷിക്കുന്നു. എന്റെ ഇഷ്ടം ഉപേക്ഷിക്കുന്നു, എന്റെ കാഴ്ചപ്പാട് ഞാൻ ഉപേക്ഷിക്കുന്നു. നീ എന്നോട് എന്താണ് നിന്റെ ഇഷ്ടമെന്ന് പറയണം. അങ്ങനെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ കാട്ടിത്തന്ന വഴി നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ആ വെളിപ്പെട്ട് കിട്ടുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ വഴി. അത് ഭൗതിക ജീവിതത്തെ ആകെ നിരസിക്കുന്ന പ്രവൃത്തിയല്ല.
ഭൗതിക ജീവിതത്തിനകത്ത് ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധ്യം നൽകുന്നൊരു കാര്യമാണ്. ഒരു ജോലി കിട്ടണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരാവശ്യമാണ്, പ്രാർത്ഥിക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ ഒരു ജോലി എനിക്കെന്തിന് എന്ന കാര്യം ഹൃദയത്തിനകത്ത് ബോധ്യപ്പെടുമ്പോഴാണ് അത് എനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെ അധ്വാനം ലോകത്തിന് കൊടുക്കാനുള്ള വഴിയാണെന്നും അങ്ങനെ ലോകത്തിന് കൊടുക്കുക വഴിയാണ് ഞാൻ ജീവിക്കുക എന്നുള്ള പരമാർത്ഥത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുക. ഒരു ജോലി അഭിലഷിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നിലവാരം വർദ്ധിപ്പിക്കാൻ സമ്പത്ത് കേന്ദ്രീകൃതമായ ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത്. അങ്ങനെ എനിക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? ഒരു തെറ്റായ ആഗ്രഹം എന്നല്ല, ഇത് സ്വാഭാവികതയാണ്. ആ സ്വാഭാവികമായ നമ്മുടെ ആഗ്രഹത്തിനപ്പുറത്ത് ദൈവം അതിലൂടെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. അവിടെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നത് നിനക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ നിനക്കുള്ളത് ഇന്നത്തെ നിന്റെ ജീവിതമാണ്, അത് മറ്റുള്ളവർക്കായി കൊടുക്കാൻ വേണ്ടിയുള്ള അവസരമാണ് ഒരു ജോലി എന്നറിയണം. നിനക്കൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, അതെന്തിനു വേണ്ടിയാണ്? നിനക്ക് സുരക്ഷിതമായി ജീവിക്കാനാണ്. അത് മറ്റുള്ളവരെ വസതിയിൽ സ്വീകരിക്കാനാണെന്ന്, കിടപ്പാടമില്ലാത്തവരെ സ്വീകരിക്കുന്ന പ്രവൃത്തിയിലേക്കാണ് നമ്മെ നയിക്കേണ്ടതെന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. കിടക്കാൻ ഇടമില്ലാത്തവനെ വസതിയിൽ സ്വീകരിക്കുക എന്ന മനോഗുണ പ്രവൃത്തിയെ നാം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. ഇത് ഒരു സ്വന്തം കാര്യമാക്കി മാറ്റിവെക്കുന്നു. അങ്ങനെ സ്വന്തം ജീവിതം കേന്ദ്രീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദൈവത്തോട് നാം അഭിലഷിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നാം നമ്മിൽ തന്നെ കുടുങ്ങിയായതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത് എന്ത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് വചനം സ്വീകരിക്കുമ്പോൾ ഓർക്കണം, ഇത് വഴിയരികിലായി പോകുന്നുണ്ടോ? എൻ്റെ പദ്ധതികൾക്ക് പുറത്തായി പോകുന്നുണ്ടോ? എൻ്റെ പദ്ധതി ദൈവ പദ്ധതിയായി മാറാൻ, വചനത്തെ സ്വീകരിക്കാൻ എൻ്റെ വഴിയെ ഞാൻ കൈവിടണം. വചനമാവുന്ന ക്രിസ്തുവിനെ ശ്രമിക്കുന്നത് ഒരു ഭോഷത്തല്ല, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ പുളകിതരാകും. പലപ്പോഴും അങ്ങനെ പുളകം കൊള്ളിക്കുന്ന വാക്കുകളാണ് നമ്മൾ പ്രഘോഷങ്ങളിൽ കേൾക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും, ചോദിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമായി. അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് എളുപ്പമാണ്. വചനം നമ്മോട് പറയാണ്, ക്ഷമിക്കണം, സ്നേഹിക്കണം, സഹിക്കണം. ക്രിസ്തു ആകുന്ന വചനം അടയാളപ്പെടുത്തുക. അത് സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ കേൾക്കുമ്പോൾ പുളകമുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് വായിച്ചാൽ പുളകം കൊള്ളാത്തവരായിട്ട് ആരാ ഉള്ളത്? കൗമാരത്തിലേക്ക് കിടക്കുന്ന കാലത്ത് തന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനമെടുക്കുന്ന കൊച്ചുത്രേസ്യയെ കുറിച്ച് കേട്ടാൽ ആർക്കാണ് പുളകം ഉണ്ടാകാത്തത്? ക്ഷയരോഗം ബാധിച്ച് രക്തം ഛർദ്ദിക്കുമ്പോൾ ആനന്ദപാരവശ്യം ഉണ്ടാകുന്ന കൊച്ചുത്രേസ്യയെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? പക്ഷേ നാം ഒന്ന് ചുമച്ചു തുപ്പുമ്പോൾ അല്പം രക്തമയം കണ്ടാൽ നമുക്കും ഉണ്ടാകും പാരവശ്യം. അത് ബോധക്കേടാണ്, ആനന്ദപാരവശ്യമല്ല. ജീവിതത്തെ നാം നമ്മുടെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളിൽ കണ്ടുകൊണ്ടും അതേസമയം ദൈവവചനം കേൾക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ പുളകമുണ്ടാകുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് മുഖം നമുക്കുണ്ട്. മർക്കോസ് സുവിശേഷം 4:16 പറയുന്നത് പാറപ്പുറത്ത് വീഴുന്ന വിത്തിനെ കുറിച്ചാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇമ്പം തോന്നും, കൊള്ളാൻ തോന്നും, ഹല്ലേലൂയ പറയും. പക്ഷേ അത് ജീവിതത്തിനകത്ത് പ്രവേശിക്കില്ല, വേരില്ലാത്തതായി പോകും, പെട്ടെന്ന് മുളയ്ക്കും. ഇത് കേൾക്കുമ്പോൾ പുളകം കൊള്ളും, തീരുമാനം എടുക്കും, ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അതിന് ആയുസില്ല, പാറപ്പുറത്ത് വീണ് വിത്താണ്. ഹൃദയം ഒരു പാറ പോലെയാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഒന്നും കയറാൻ സമ്മതിക്കാതെ, വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ, എന്നാൽ വചനത്തെ കേവലമായി സ്വീകരിക്കുന്ന അവസ്ഥയാണത്. എന്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയുമാണ്. വചനം നമ്മുടെ ഹൃദയത്തെ പിളർക്കണം, ഈ പാറയെ പൊട്ടിക്കണം. പാറയെ പൊട്ടിച്ചില്ലെങ്കിൽ പാറപ്പുറത്ത് വീഴുന്ന വിത്തിന് സംഭവിക്കുന്ന കാര്യം സംഭവിക്കും. അതിന് വേരാഴ്ന്നു പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വേനൽ വരുമ്പോൾ അത് ഉണങ്ങിപ്പോകും. ജീവിതത്തിൽ പ്രതികൂലാവസ്ഥ ഉണ്ടാകുമ്പോൾ, ജീവിതം പ്രതിസന്ധികളുടേതായി മാറുമ്പോൾ, കടുത്ത വേനൽ ഉണ്ടാകുമ്പോൾ, ജീവിതം വരൾച്ചയുള്ളതായി മാറുമ്പോൾ, പാറപ്പുറത്ത് വീണ് മുളച്ച വിത്തിന്റെ വേരുകൾക്ക് ആഴമില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. അങ്ങനെ ഉണങ്ങിപ്പോകുന്ന അനുഭവം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ധ്യാനം കൂടി 15 ദിവസത്തേക്കൊക്കെ
അത് നമ്മുടെ ഉള്ളിൽ നിൽക്കും. അത് കഴിയുമ്പോൾ ക്രമേണ 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 നാം പഴയ വഴിയിലേക്ക് പോകും. കാരണം അത് അകത്ത് പ്രവേശിച്ചില്ല. ദൈവത്തിന്റെ വചനം, ക്രിസ്തുവാകുന്ന വചനം ജീവിതത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ പൊട്ടിക്കണം, നമ്മുടെ ജീവിത നിലപാടിനെ പൊട്ടിക്കണം, നമ്മുടെ വീക്ഷണബോധത്തെ പൊട്ടിക്കണം. എന്നിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതായി ക്രിസ്തുവിനെ കാണാൻ കഴിയണം. വചനം അങ്ങനെ നമ്മുടെ പാറയെ പൊട്ടിക്കുന്ന ഒരു കൂടമായി മാറാത്ത കാലത്ത് ഈ വീഴുന്ന വിത്തുകൾ അല്പനേരത്തേക്ക് ആയുസുള്ളതായിരിക്കും, അതിനുശേഷം അത് ഉണങ്ങിപ്പോകും. അങ്ങനെയാണ് പാറപ്പുറത്ത് വീഴുന്ന വിത്ത്. വചനം സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് ആലോചിക്കണം. വചനം നാം കേൾക്കുന്നു, ഇമ്പമുള്ളതാണ്, വായിക്കുന്നു, സന്തോഷിക്കുന്നു, പക്ഷെ അതിന് അല്പായുസാണ്. വചനം കേൾക്കുമ്പോൾ പല തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നില്ല. കാരണം അത് ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടില്ല. ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അവനവന്റെ ജീവിതത്തെ ഉപേക്ഷിക്കുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധമയെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകുന്നവരാണ്. പക്ഷേ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെ എന്ന് മറിയം പറയുമ്പോൾ മറിയം തന്റെ ജീവിതത്തെ സംബന്ധിച്ച എല്ലാ താല്പര്യങ്ങളെയും ഉപേക്ഷിക്കുക, അല്ലാതെ സ്വീകരിക്കാൻ കഴിയില്ല. അവനവൻ ഉപേക്ഷയില്ലാതെ വചനത്തെ അകത്ത് സ്വീകരിക്കാൻ കഴിയില്ല. ദൈവം പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ ഉൾബോധ്യമാക്കി മാറ്റുന്നതാണ്. ജീവിത നിലപാടാക്കി വചനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. നമ്മുടെ ബലഹീന പ്രകൃതമാണ്. പക്ഷേ നാം ആലോചിക്കേണ്ടതുണ്ട്, ഇങ്ങനെയാണോ വചനം ശ്രവിക്കുന്നത്? പാറപ്പുറത്തായി പോകുന്നുണ്ടോ? അത് കേവലം കേൾവിക്കുമ്പോൾ ഉള്ളൊരു കാര്യമായിട്ടാണോ കാണുന്നത്? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും, എവിടെയാണ് ആൾക്കൂട്ടം? 3-4 ലക്ഷം പേരൊക്കെ കേൾക്കുന്ന വചനപ്രഘോഷണങ്ങളുണ്ട്. ആ വചനപ്രഘോഷണങ്ങളുടെ കണ്ടന്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ എല്ലാം പറയുന്നത് നിങ്ങൾ എന്തും ചോദിക്കൂ തരും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ തരുമെന്നാണ്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്നല്ല. വചനമനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ ഒരാൾ തകർക്കപ്പെടുന്ന ജീവിതമാണ്. യേശുവിനെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി വചനമാക്കി സ്വീകരിക്കേണ്ടത്. ആ യേശുവാകുന്ന വചനം നമുക്ക് നൽകുന്ന അനുഭവം എന്താണ്? അത് നിസ്വതയാണ്, ഒന്നുമില്ലായ്മയാണ്, ഭൂമിയിൽ തലചായ്ക്കാനിടമില്ല, അഭിമാനകരമായ ഒന്നുമില്ല, അപമാനമേൽക്കുന്നു, സുബോധം നഷ്ടപ്പെട്ടവനായി പറയുന്നു, ദൈവദൂഷകനായി എണ്ണപ്പെടുന്നു, വിചാരണ ചെയ്യപ്പെടുന്നു, കുരിശിൽ തറയ്ക്കപ്പെടുന്നു. എവിടെയാണ് ദൈവവചനമാകുന്ന ക്രിസ്തുവിനൊരു ആശ്വാസം? നമ്മൾ ആശ്വാസം തേടുന്ന ക്രിസ്തുവിലാണല്ലോ. ആ ക്രിസ്തു എവിടെയാണ് ജീവിതത്തിൽ ആശ്വാസം അനുഭവിക്കുന്നത്? പിതാവിന്റെ കരങ്ങളിലാണ്. അങ്ങനെ സ്വയമുപേക്ഷയുടെ വഴിയായി അവരന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്ന ക്രിസ്തുബോധ്യത്തെ ജീവിത നിലപാടായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ഈ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയായി പോകും. നമ്മൾ അനുഭവിക്കുന്നൊരു പരിമിതി അതാണ്. അതുകൊണ്ട് നമ്മുടെ മോഹങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ജീവിത ബോധ്യങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് വചനം സ്വീകരിക്കുമ്പോൾ അത് പാറപ്പുറത്ത് വീണ വിത്ത് പോലെയായി പോകും. അതിന് വേരോട്ടം ഉണ്ടാകില്ല. ഇനി പറയുന്നത് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ചാണ്. വചനം സ്വീകരിക്കുന്നു, അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സ്വീകരിക്കുന്നത്, അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ എവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നത്? നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിപ്പോയി, പ്രതികൂലങ്ങൾ വരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പഴയ വഴിയെ പോകുന്നു. ഇങ്ങനെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും ലോകം നമ്മെ ഞെരുക്കുന്നുണ്ട്. നീ കർത്താവിൽ വിശ്വസിക്ക്, അവിടെ നിന്റെ കാര്യം നോക്കിക്കൊള്ളും, അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ആകുലനാകേണ്ട എന്ന് കേൾക്കുന്നു. നമ്മൾ ആ വചനം സ്വീകരിക്കുന്നു, ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഒരു പ്രതിസന്ധി പെട്ടെന്ന് വരുന്നു, കേട്ട വചനമൊക്കെ നമ്മൾ മറന്നു പോകുന്നു, പതറിപ്പോകുന്നു. നിങ്ങൾ അപമാനിതരാകും. കേൾക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമാണ് നിങ്ങൾ അപമാനിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നു, ഭാഗ്യപ്പെട്ടവരായി കരുതുന്നു. പക്ഷേ ജീവിതം വെച്ച് നീട്ടുന്ന കയ്പ് നിറഞ്ഞ പാനപാത്രം മുമ്പിൽ വരുമ്പോൾ നാം പതറിപ്പോകുന്നു. ഇപ്രകാരം മുള്ളുകളായി നമ്മെ ഞെരുക്കുന്ന ജീവിതാനുഭവങ്ങൾക്കകത്ത് നമുക്ക് നിലനിന്നു പോകാൻ സാധ്യമല്ല. ലൗകിക മോഹങ്ങളും ലോകതൃഷ്ണയും ഒക്കെ മുള്ളുകളായി നമ്മെ ഞെരുക്കും. ആ മുള്ളുകൾക്കിടയിൽ നിന്ന് ഈ ചെടിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ വിത്തിന് മുളയ്ക്കാൻ കഴിയും, വളരാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വചനം നമ്മൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമുക്കുണ്ടാകാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം, പ്രതികൂലങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം,
ലൗകിക തൃഷ്ണകൾ വളരാനിടയാകാത്ത വിധം ഒരുക്കമുള്ള മണ്ണായിട്ട് നമ്മൾ മാറണം. മുൾച്ചെടികൾ വളരുന്നത് എവിടെയാണ്? അത് മരുഭൂമിയിലാണ്, നീരൊഴുക്കില്ലാത്തിടത്താണ്. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നമ്മുടെ ജീവിതത്തിനകത്ത് നിർഗളിക്കുന്നതായി നമ്മുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ മുള്ളുകൾ ഞെരിക്കും. നമുക്ക് നല്ല വിശപ്പുണ്ടെന്നിരിക്കട്ടെ. ആ വിശപ്പുള്ള സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുന്ന നേരത്ത് ഒരാൾ ഭക്ഷണത്തിനായിട്ട് വരികയാണ്. വേറെ ഭക്ഷണം നമ്മുടെ കയ്യിലില്ല. സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നുമില്ല എന്ന് പറയും. കാരണം നമ്മളെ ഈ ഭക്ഷണം ഞെരുക്കും. ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നു ഉത്കണ്ഠയുണ്ടാവും. പക്ഷേ വന്നിട്ടുള്ളത് ക്രിസ്തുവാണെന്ന് ബോധ്യമുണ്ടായാൽ നമ്മൾ ഈ ഭക്ഷണം കൊണ്ടേ കൊടുക്കും. നമ്മുടെ വിശപ്പ് അവിടെ ശമിക്കും. നമുക്കെതിരെ ഈ ലോകം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കഴിയണമെങ്കിൽ ലൗകിക തൃഷ്ണകൾ ഏറ്റവും കൂടുതൽ അധികരിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ലോകം ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ബ്രാൻഡഡായ ട്രെൻഡിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രേരണ പരസ്യങ്ങളിലൂടെ, ലോകത്തിന്റെ പ്രചാരവേലയിലൂടെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിക്കണം എന്നുള്ളത് മോശപ്പെട്ട ചിന്തയല്ല, ഒട്ടുമേ മോശപ്പെട്ടതല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെരുവിൽ വസ്ത്രമില്ലാത്തവനായി നിങ്ങളുടെ ക്രിസ്തുവുണ്ട്. ഇനി ആ വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ പഴയ മോഹത്തിന്റെ പകിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം, മോശപ്പെട്ട കാര്യമല്ല അത്. രുചിയൊക്കെ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാനായി പോകുന്നു. ആ സമയത്ത് വഴിയിൽ വിശന്നു പൊരിഞ്ഞ ഒരു കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നമ്മുടെ ഹൃദയം ഉണരുമെങ്കിൽ നമുക്ക് പഴയതുപോലെ രുചി ബാധിക്കില്ല, ഇഷ്ടം നഷ്ടപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കുകയും വേദനിക്കുന്നവരിലേക്ക് നോക്കാൻ കഴിയുകയും ചെയ്യുന്ന ഹൃദയഭാവം ഉണ്ടാകുമ്പോഴാണ് വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിട്ട് മാറുക. അല്ലെങ്കിൽ ലൗകിക തൃഷ്ണ നമ്മുടെ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും. എത്ര പേർ പട്ടിണിയായിരിക്കുമ്പോഴാണ് എൻ്റെ മേശ ഇങ്ങനെ സമൃദ്ധമായിരിക്കുന്നത്? ഉടുക്കാൻ ശേഷിയില്ലാത്ത എത്രയോ പേരുള്ളപ്പോഴാണ് എൻ്റെ വസ്ത്രം ഇത്ര അലങ്കൃതമാകുന്നത്, ആഡംബരപൂർണ്ണമാകുന്നത് എന്ന് ചിന്തിക്കാനിടയായാൽ പിന്നെ എനിക്ക് പഴയതുപോലെ ആകാൻ കഴിയില്ല. ഞാൻ സാധാരണഗതിയിൽ പൂർവ്വകാലത്ത് 6 ഷർട്ടൊക്കെ ഒരു ദിവസം മാറിയിരുന്ന ആളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുളിക്കും. എനിക്ക് വേർപ്പ് ഭയങ്കര അരോചകമായ കാര്യമാണ്, ചൂട് പറ്റാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ചൂട് പറ്റാതിരിക്കുമ്പോൾ ഞാൻ കുളിക്കും. കുളിച്ചാൽ പിന്നെ ഞാൻ ഇട്ടിരുന്നത് ഇടില്ല, മാറി പുതിയതില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന കാലത്ത് തന്നെയാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പ്രഘോഷണത്തിനായി ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രഘോഷിച്ചതിന് ശേഷം, അപ്പോൾ അവിടെ സങ്കീർത്തി എങ്ങനെ നമ്മുടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പള്ളിയാണ്. പ്രസംഗിക്കുന്ന ആളുകൾ നിൽക്കുന്നിടവും കേൾക്കാനിരിക്കുന്ന ആളുകൾക്കുള്ള ഇടവും ചെറിയ പള്ളിയാണ്. അങ്ങനെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഈ മുൻനിരയിലിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം എല്ലാം മുഷിഞ്ഞവരാണ്. ഞാനൊന്ന് വെൽ ഡ്രസ്ഡാണ്, ഒരു ടൈയുടെ കുറവും. അങ്ങനെയാ പ്രസംഗിക്കും. അങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഞാൻ പ്രസംഗശേഷം ഇരിക്കാൻ വേറെ ഇടയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഇരിക്കുന്നതിന്റെ പുറകിൽ പോയി. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഒരു കുട്ടി മൂക്കൊലിപ്പിച്ചുകൊണ്ട് എൻ്റെ നേരെ നീന്തി വരുന്നു. എനിക്ക് വളരെ അറപ്പുള്ള ഒരു കാര്യമാണ്. ഈ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ഒലിച്ച് അത് ഏകദേശം ചുണ്ടിലേക്ക് എത്തി നിൽക്കുക. അടുത്ത നിമിഷം അത് അകത്തേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് മനംപുരട്ടലുണ്ടായി. എൻ്റെ കയ്യിൽ കൈലേസുണ്ട്, തുവാലയുണ്ട്. ഞാൻ ഈ തുവാല വേറെ ഒരാൾക്കും കൊടുക്കില്ല, എന്ത് ആപത്ത് വന്നാലും കൊടുക്കില്ല. കാരണം ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. മറ്റുള്ളൊരു വേർപ്പ് ഗന്ധം അതൊന്നും എനിക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഒതുങ്ങിയിരിക്കും. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒതുങ്ങിയിരിക്കും. അവരുടെ ഗന്ധം അരോചകമാണ്. വൈകിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ തൊഴിലാളികളുടെ കൂടെ ഒക്കെ പോകുമ്പോൾ വേർപ്പ് ഗന്ധം, പലതരം ഗന്ധങ്ങൾ, അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. മനുഷ്യരായിട്ട് പോലും എനിക്ക് അവരെ പരിഗണിക്കാൻ പറ്റില്ല. വൃത്തികെട്ട മനുഷ്യർ എന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരു മനോഭാവമുള്ള കാലത്താണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പ്രഘോഷിക്കുന്നതെന്ന് ഓർക്കും. എന്നിട്ട് ഞാൻ ഏറ്റവും പുറകിരിക്കുമ്പോൾ ഈ കുട്ടി വരികയാണ്.
ഈ കുട്ടി നീന്തി വരുമ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ രണ്ടാമത്തെ മകൾ ഏകദേശം ആ പ്രായം, അവളാണ് നീന്തി വരുന്നതെങ്കിലോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ അവളുടെ മൂക്കിൽ നിന്ന് ഒലിച്ചത് വായിലേക്ക് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഞാൻ ഉടനെ ചെന്ന് എൻ്റെ കയ്യിലുള്ള കൈലേസ് കൊണ്ട് ഈ മൂക്കിൽ നിന്ന് ഒലിച്ചത് ഞാൻ തുടച്ചെടുത്തു. ആ കുഞ്ഞിനെ സ്പർശിച്ചത് കൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ ഒരു അനുകമ്പ ഉണ്ടായി. അത് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തതും ഉണ്ടാകാം. ഞാൻ ആ കുഞ്ഞിനെ എടുത്തു. കഷ്ടി 2-3 കിലോ ഉണ്ടാവും. ആ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായി. പിന്നെ ആ മനുഷ്യരെ മുഴുവൻ ഞാൻ നോക്കിയത് സങ്കടത്തോടെയാണ്. മൂത്രത്തിന്റെ മണമുള്ള ദുർഗന്ധമുള്ള ഒരു കുഞ്ഞ്, ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത ഗന്ധം. പക്ഷെ ഞാൻ അറിയാതെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. പിന്നെ ഞാൻ എല്ലാവരെയും നോക്കി. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായുള്ള മനുഷ്യർ, അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുള്ളവർ, അവർ കുളിക്കാത്തതിന് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവിടെ വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണ സമയമായപ്പോ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തത് മുറ്റത്തിരുത്തിയാണ്. നിലത്ത് ഒരു വട്ടത്തിലുള്ള ഇലയിൽ അവർക്കിത് വിളമ്പി. ഞങ്ങൾക്ക് ഭക്ഷണം അകത്താണ്. ഞാൻ അകത്തേക്ക് ചെന്നപ്പോ അവിടെ മേശയിലാണ് ഭക്ഷണം. ഈ ഭക്ഷണം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ കേരളത്തിലെ പോലെയല്ല. അവിടെ എല്ലാവർക്കും ഒരു ഭക്ഷണം. പക്ഷെ ഞാൻ അച്ഛനോട് ചോദിച്ചു, അവരെന്തിനാണ് പുറത്തിരുത്തിയത്? അവരെ ആ ദേവാലയത്തിനകത്തിരുത്തായിരുന്നില്ലേ? അവിടെ വൃത്തികേടാവും. വൃത്തികെട്ട ഈ മനുഷ്യർക്ക് ഇരിക്കാൻ ഈ ആലയം കൊള്ളാമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആ സ്ഥലം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അന്ന് ഉപവാസമായിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇവരോട് കൂടെ കഴിക്കേണ്ടി വന്നില്ലല്ലോ. കഴിക്കണമെങ്കിൽ മുറ്റത്തിരുന്ന് അവരോട് കൂടെ കഴിക്കണം. കടുത്ത ഹൃദയവേദന ഉണ്ടായി. അന്ന് ഞാൻ സൂക്ഷിച്ചിരുന്ന എൻ്റെ പെട്ടിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ ഞാൻ അവർക്ക് വിതരണം ചെയ്തു. അത്യാവശ്യം എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുത്തു. അതിനുശേഷമാണ് നാട്ടിൽ വരുമ്പോഴാണ് ഒരു വസ്ത്രമാക്കണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത്. ആ അനുഭവം എന്നെ പൊള്ളിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ബോധ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് പഴയതുപോലെ ഇഷ്ടങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. നല്ല വസ്ത്രങ്ങൾ എടുക്കുന്നവരെ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. നന്നായിട്ട് എല്ലാവരും നടക്കണമെന്നാണ് ഞാനും പറയുക. നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കണം. വസ്ത്രം എപ്പോഴും ആത്മവിശ്വാസം പകരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അത് അവനവൻ്റെ ചോയ്സാണ്. അത് മാറ്റണമെന്നേ ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് പിന്നെ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ ഒരു വസ്ത്രത്തിലേക്ക് മാറി. ഒന്ന് തന്നെ, എത്ര കുളിച്ചാലും അത് തന്നെ, എത്ര മുഷിഞ്ഞാലും അത് തന്നെ. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, അകത്തേക്ക് വചനം കയറുമ്പോൾ ഈ മുള്ളുകൾ നമ്മെ ഞെരുക്കാതെയാവും. അങ്ങനെ മാത്രമേ ലൗകികതയുടെ ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ പറ്റൂ. അകത്തേക്ക് വചനം കയറുമ്പോഴാണ്. എന്റെ ഉള്ളിന് മതിച്ച ചിന്ത ഇതാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്നു. ആ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോരുന്നു. പക്ഷേ ഈ മനുഷ്യർ ശക്തി പ്രാപിക്കുന്നില്ലല്ലോ. അവർക്ക് ഭൗതികമായ മോചനം ഉണ്ടാവുന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് ഭൗതികമായ മോചനം ഉണ്ടാകാൻ വേണ്ടി കൂടി പ്രവർത്തിക്കുന്നവരാകണം സുവിശേഷ പ്രവർത്തകർ. ഓരോ ക്രൈസ്തവനും അവന് ഉടുക്കാനില്ലെങ്കിൽ ഉടുക്കാൻ ഉണ്ടാകണം. അവന് ഭക്ഷിക്കാനില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാകണം. അവരന്റെ പതിതാവസ്ഥയിൽ നിന്ന് അവന് മോചനം കിട്ടണം. ആര് ചവിട്ടിത്താഴ്ത്തുമ്പോഴും അവനെ പിടിച്ചു വരുത്തണം. ഏത് വിവേചനത്തിനെതിരെയും നിലകൊള്ളണം. അപ്പോൾ മാത്രമേ സുവിശേഷം നമ്മിൽ ജീവിക്കൂ. അപ്പോൾ മാത്രമേ ലൗകിക മോഹങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റൂ. ലോകത്തിലെ പരിമിതികളെ നേരിടാൻ പറ്റൂ. മർക്കോസ് 4:20 പറയുന്നത് നല്ല നിലമാകണം. വചനം സ്വീകരിക്കുന്ന നിലം. അതിന് ഹൃദയം ഒരുക്കണം. ജീവിത ലക്ഷ്യമായും ബോധ്യമായും ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിനൊത്ത് സ്വീകരിക്കുമ്പോൾ നാം പരിവർത്തിതരാകും. നമുക്ക് പിന്നെ പഴയ മാർഗത്തിൽ പോകാൻ കഴിയില്ല. വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം സുവിശേഷത്തിൽ നാം കാണുന്നത്,
പ്രകാശിക്കുന്നതിനെ സംബന്ധിച്ച വിളക്ക് കൊളുത്തി പറയുടെ കീഴെ വെക്കരുത്. അതെല്ലാവർക്കും കാണുക പ്രകാശിക്കാനായി പുറത്തു വയ്ക്കണം, പീഠത്തിന്മേൽ വയ്ക്കണം. നിങ്ങളുടെ അകത്ത് വചനമായ ക്രിസ്തു ഉണ്ട്. അവനവന്റെ ജീവിതത്തിനകത്ത് യേശു എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഹൃദയത്തോട് ചോദിക്കണം. ഉള്ളിൽ ആ പ്രകാശം പുറത്തു കാണാൻ ജീവിത പ്രവൃത്തി വഴി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ പറഞ്ഞത് അവന്റെ വചനമാണ്. അവൻ പറഞ്ഞത് അവന്റെ ജീവിതമാണ്. അവൻ പറഞ്ഞത് അവന്റെ അർപ്പണമാണ്. അവൻ പറഞ്ഞത് ചെയ്യുവിൻ. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോഴും ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രയോഗമാക്കി മാറ്റുമ്പോഴുമാണ് അമ്മ പറഞ്ഞ വാക്ക് അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇക്കാര്യം ഓർക്കണം. വചനമാകുന്ന ക്രിസ്തു അകമയുണ്ട്. അവൻ പറയുന്നത് ചെയ്യുന്നവരായി മാറാൻ ഞങ്ങൾക്ക് തുണയേകണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് അമ്മ ജീവിതത്തിൽ തുണയും മാധ്യസ്ഥവുമായി മാറുക. പരിശുദ്ധ അമ്മയുടെ സ്നേഹവാചനങ്ങളായി അമ്മയുടെ വിരൽത്തുമ്പിൽ ക്രിസ്തുവചനത്തെ അനുഗമിക്കുന്നവരായി മാറാൻ നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.